ഹായ്, എല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം സ്റ്റാൻഡേർഡിലെ IM കലാം കെ ബഹാനെ എന്ന പാഠമാണ്. ഈ പാഠത്തിൻ്റെ ലേഖകൻ മിഹിറാണ്. കണ്ടില്ലേ, ഇതൊരു ഫിലിമി ലേഖമാണ്. ഇനി പാഠമൊന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഗാവ് കെ സ്കൂൾ മേം മേരാ ഏക്ക് സാത്തി ഥാ മോർപാൽ. അതായത് സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, മോർപാൽ. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOO के लुक यानी लुक के देखना. അതായത് ആ കൂട്ടുകാരനായ മോർപാലിൻ്റെ അടുത്ത് അവരുടെ ഇംഗ്ലീഷ് സാറ് ഒരു ചോദ്യം ചോദിച്ചു. അതായത് ലുക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ലുക്കിൻ്റെ അർത്ഥവും സ്പെല്ലിങ്ങും ചോദിച്ചു. അപ്പോൾ സ്പെല്ലിങ് അവൻ LOOK ലുക്ക് എന്ന് പറഞ്ഞു. അർത്ഥം പറഞ്ഞത് ലുക്ക് തേക്കിന്, അതായത് ലുക്ക് നോക്കുക എന്നാണ് അവൻ പറഞ്ഞത്. അടുത്തെന്ന് പറഞ്ഞാൽ नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथ ही थी. അതായത് പേരിൻ്റെ അക്ഷരം ഒരുമിച്ച് വന്നതുകൊണ്ട് സ്കൂളിൽ അവരുടെ സീറ്റ് ഒരിടത്തായിരുന്നു. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ डिब्बे में राजमा देखते ही बांझें खिल जाती थी. അതായത് അതേ മോർപാൽ ജിസ്കി മേരെ ഖാനെ കി ഡിബ്ബെ മേം രാജ്മ ദേഖ്തേ ഹി, അതായത് എൻ്റെ പാത്രത്തിൽ രാജ്മ, അതായത് ഇവർ ചോറ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ മിഹിർ രാജ്മ കൊണ്ടുവരും. രാജ്മ എന്ന് പറഞ്ഞാൽ ഒരു പയറുവർഗ്ഗമാണ്. അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ മോർപാലിൻ്റെ വായിക്കൂടെ ഇനി വെള്ളം ഊറുമായിരുന്നെന്ന്. ഹമാര സൗദാത്ത ഖേൽ ഖണ്ഡിമേം ഖാനേക്കി അദല ബദലി ഖ, അതായത് അവരുടെ ഒരു വിനോദമായിരുന്നു ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം കൈമാറി കഴിക്കുമായിരുന്നു. യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ और उसके घर से आया बड़ा सा चांच का डिब्बा मेरा. അതായത് ഈ മിഹിർ കൊണ്ടുവരുന്ന രാജ്മ ചാവൽ, അതായത് ഉസ്കെ അവൻ്റെതാവും. അതായത് ഇവർ ആഹാരം കഴിക്കാൻ ചെന്നിരിക്കുമ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം കൈമാറും. നമ്മൾ തന്നെ സ്കൂളിൽ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കും. അതുപോലെ പരസ്പരം കൈമാറി കഴിക്കും. ഇത് പക്ഷേ ഇവർ മുഴുവനായിട്ടങ്ങ് കൊടുക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് മിഹിറാണ് രാജ്മ ചാവൽ കൊണ്ടുവരുന്നത്. മോർപാൽ എന്ത് കൊണ്ടുവരുന്നത്? ബഡാസ ചാഞ്ച് കാ ഡിബ്ബ, അതായത് വലിയ മോരിൻ്റെ ഡിബ്ബ. അത് ആരെടുക്കും? യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ ഔർ. കൺട്രോൾ ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പം നോക്കിക്കോണേ, ഇത് ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യുന്നില്ല. വേണ്ട, യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ ഔർ ഉസ്കെ കർസെ ആയ ബഡാസ ചാഞ്ച് ക ഡിബ്ബ മേര. അതായത് ഞങ്ങൾ ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന രാജ്മ ചാവൽ, അതായത് മിഹിറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന രാജ്മ ചാവൽ മോർപാലും എടുക്കും. മോർപാലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ മോരിൻ്റെ ഡിബ്ബ മിഹിറും എടുക്കും. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയായിരുന്നു ആഹാരം കഴിച്ചിരുന്നത്. ഉസേ പദാത്താക്കി ചാഞ്ച് മേരി കംസോരി ഹെ, അതായത് മോർപാലിനറിയാമായിരുന്നു ചാഞ്ച്, അതായത് മോര് മിഹിറിന് വളരെ ഇഷ്ടപ്പെട്ടൊരു വസ്തുവായിരുന്നെന്ന്. लेकिन मुझे मोरपाल से मिलने से पहले कदई अंदाज़ा नहीं था कि मेरे लिए राजमा जैसी
सामान्य सी चीज़ किसी के लिए ഇത്തനി ഖാസ് ഹോ സക്തി ഹെ. അതായത് എനിക്ക് എൻ്റെ വീട്ടിലെന്നും ഈ രാജ്മ ചാവൽ ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്കതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ മോർപാൽ ഈ രാജ്മ ചാവൽ കാണുമ്പം ഇത്രയും വളരെ കൊതിയോടെയും ആർത്തിയോടെയും തിന്നുന്ന കണ്ടപ്പോഴാണ് എനിക്കിത്രയും സാധാരണമായി തോന്നിയിരുന്ന ഈ രാജ്മ ചാവൽ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ മോർപാലിന് ഇത്രയും പ്രിയപ്പെട്ടതാണെന്ന്, അല്ലെങ്കിൽ ഇത്ര മൂല്യമുള്ള ഒരു ആഹാരമാണ് അത്, ഇത്ര സ്വാദിഷ്ടമായ ആഹാരമാണെന്ന് ഈ മിഹ്റിന് മനസ്സിലായത്. മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ് മേം രഹേ രാജ്മ ഖോ ഖാനെ സെ പഹലെ അഭി രാജ്മ ദേക്കാ ഭി നഹീം ത. അതായത് ഈ മോർപാൽ ഞാൻ കൊണ്ടുവരുന്ന ഈ രാജ്മ ചാവൽ കാണും വരെ അവൻ ഈ രാജ്മ ചാവൽ കണ്ടിട്ടേയില്ല, കഴിച്ചിട്ടേയില്ല. वही हमारे स्कूल के 15 किलोमीटर दूर से किसी गांव के साइकिल चलाता रोज स्कूल आता था. എന്താണ് പറയുന്നത്? അവൻ ഈ സ്കൂളിൽ നിന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ അകലെ നിന്ന് സൈക്കിൾ ചവിട്ടിയാണ് അവൻ സ്കൂളിൽ വന്നിരുന്നത്. അത് ഒരു ഗ്രാമത്തിലാണ് അവൻ്റെ വീട്. അവിടുന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട് സ്കൂളിലേക്ക്. അവിടുന്ന് സൈക്കിൾ ചവിട്ടിയാണ് അവൻ സ്കൂളിലേക്ക് വന്നിരുന്നത്. മയും ആജ് തക് നഹീം ജാൻ പായ കിസി കൈസെ വഹ് ഉസ് ചാഞ്ച് കെ ഡിപ്പെ കോ रोज़ 15 കിലോമീറ്റർ ബിന സരാഫി ചൽക്കായെ ലിയെ ആഥാ ഥ. എനിക്ക് ഇന്ന് വരെ അറിയത്തില്ലായിരുന്നു അവൻ ഈ മോരിൻ്റെ ഡിപ്പ, ചാഞ്ച് എന്ന് പറഞ്ഞാൽ മോര്, ഈ മോരിൻ്റെ ഡിപ്പ റോസ് 15 കിലോമീറ്റർ, അതായത് എന്നും ഈ 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വന്നിട്ട് ഒട്ടും കളയാതെ, അതായത് മോരിൻ്റെ പാത്രം തുളുമ്പാതെ എങ്ങനെ കൊണ്ടുവന്നിരുന്നു എന്ന് ഈ മിഹിറിന് അറിയത്തില്ലായിരുന്നെന്നാണ് പറയുന്നത്. മിഹിറാണ് നമ്മളെ ഈ പാഠത്തിൻ്റെ ലേഖകൻ. ഇന്ന് നമുക്ക് ഒരു പാരഗ്രാഫാണ് ഇപ്പോൾ ഇതിൻ്റെ പഠിച്ചത്. നമുക്ക് അടുത്ത പാരഗ്രാഫും ഇനി വരും ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.